നെല്ലിയാമ്പതി ചുരം പാത വരുന്ന വിനോദസഞ്ചാര സീസണിന് മുമ്പ് അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണവും പൂർത്തിയാവുമെന്ന് കെ ബാബു എം.എൽ.എ. 1ഉം 2ഉം പ്രളയത്തിൽ തകർന്ന നെല്ലിയാമ്പതി ചുരം റോഡ് പിന്നീടുള്ള മഴയിലും തകർന്നത് അറ്റകുറ്റപ്പണികളെയും നിർമ്മാണ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചിരുന്നു. റോഡ് തകർന്നതും പാർശ്വഭിത്തികളും സുരക്ഷാഭിത്തികളും തകർന്നതും വാഹനഗതാഗതത്തിന് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പൂർണ്ണമായും തകർന്ന പാലങ്ങളും ഓവുചാലുകളും പാർശ്വഭിത്തികളും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വിനോദസഞ്ചാര സീസണ് മുൻപായി തന്നെ എല്ലാ പണികളും പൂർത്തിയാക്കി റോഡ് പൂർണ്ണതോതിൽ ഗതാഗത സജ്ജമാക്കുമെന്ന് കെ ബാബു എം.എൽ.എ. പറഞ്ഞു. ഇവിടെ 23 സ്ഥലത്താണ് മലയിടിച്ചിലുണ്ടായത്. പ്രധാനമായി ഒരു 3 കേന്ദ്രങ്ങൾ പാടെ തകർന്നുപോയി. 3-4 ദിവസങ്ങൾ നീണ്ടു നിന്ന എല്ലാ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനം ഒന്നുകൊണ്ടാണ് ഒരാഴ്ചയ്ക്കകം തന്നെ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് കഴിയുന്നത്. പക്ഷേ ഈ നെല്ലിയാമ്പതിയെ സംബന്ധിച്ച് താഴ്വാരങ്ങളിൽ ആൾതാമസമില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആളപായമില്ലാതെയും മരണവും കോവിഡും അതുപോലെ തന്നെ സമ്പത്തൊന്നും നഷ്ടപ്പെടാതെ പോയി. മല ഇടിച്ചിൽ പ്രധാനമായി 2 ഭാഗങ്ങളിലുണ്ടാക്കിയ റോഡിൻ്റെ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. ഇനി വേനൽ അവധി ആവുന്നതോടുകൂടി അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് അവധിക്കൊക്കെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ നെല്ലിയാമ്പതിയിലേക്ക് പച്ചപ്പിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ജനങ്ങളുമായി എത്തിച്ചേരുക. അവർക്കുള്ള സൗകര്യം ഒരുക്കിയെടുക്കാൻ ആവശ്യമായ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ സംസ്ഥാന സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവും. UTV ന്യൂസ് പാലക്കാട്.